സുമതി വളവ്. ഞാൻ അത്യാവശ്യം കാത്തിരുന്ന് പോയി കണ്ട സിനിമയാണ് കേട്ടോ. വലിയ ഹൈപ്പൊന്നും ഞാൻ വെച്ചില്ല. ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം, അതായത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. നമ്മൾ ഭയങ്കര പ്രതീക്ഷയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു ലോ ബഡ്ജറ്റ് മലയാള സിനിമ എങ്ങനെ ഇറങ്ങും അത് തന്നെ പ്രതീക്ഷിച്ച് പോയാൽ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ പോയി സിനിമ സ്റ്റാർട്ട് ചെയ്യണത്, അതായത് ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണത് 1963 കാലഘട്ടം. ആ സീനൊക്കെ അടിപൊളിയാണ്. ഒരു 10 മിനിറ്റേ ഉള്ളൂ ആ സീനും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിനിമയിൽ ഒരു പ്രതീക്ഷ വരും. അതതിൻ്റെ ഫ്ലാഷ് ബാക്ക് മാറ്റി 2000 കാലഘട്ടം വരും. അതായത് മൺചിത്രത്താഴ് സിനിമ റിലീസാവണ ആ ഒരു പോസ്റ്ററൊക്കെ കാണിച്ചാണ് അവിടെ തുടങ്ങുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സിനിമയ്ക്ക് എന്താ പറയുക, ഇടയ്ക്ക് വെച്ച് വീഴും ഇടയ്ക്ക് വെച്ച് കഴിക്കുക, ആ ഒരു സിറ്റുവേഷനാണ് സിനിമ മൊത്തം. ചില കോമഡിയൊക്കെ ഉള്ള ഇതിൽ 4-5 പാട്ടുണ്ട്. ഭയങ്കര ദുരന്തമായിപ്പോയി. ഉള്ള ഫസ്റ്റ് ഒരു സോങ് ഉണ്ട്, ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ചുള്ള. അത് സോങ് ഒരു വഴിക്ക് കിടക്കണം, ഡാൻസ് വേറൊരു വഴിക്ക് കിടക്കണം. അതൊക്കെ അത്യാവശ്യം ശോകമായി പോലെ ഫീൽ ചെയ്ത്. ഇതിൽ ഇൻ്റർവൽ ബ്ലോക്കാണ് അടിപൊളി. ഇൻ്റർവൽ സീൻ കിടിലാണ്. ഒരു 15 മിനിറ്റ് ഒരു കിടിലായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം പേടിക്കാനുണ്ട്, നല്ല ത്രില്ലിംഗ് ആയിട്ട് അവർ ചിന്തിച്ചെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം നമ്മളെ ഈ ഇൻ്റർവൽ ബ്ലോക്കിലുള്ള ആ ഒരു പ്രതീക്ഷ മൊത്തം കൊണ്ട് കളയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ സിനിമ പോകും. അതായത് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ഇനി ഇങ്ങനെ ആയിരിക്കും, ഇനി അങ്ങനെ ആയിരിക്കും, അതുപോലെ തന്നെ നടക്കും. എനിക്കൊരു ബിലോ ആവറേജ് ആ റേഞ്ച് മാത്രമേ ഉള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാതെ പോയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹൈപ്പ് തരുമ്പം, അതായത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ പോയതാണ്, പക്ഷേ ചില സീനൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രതീക്ഷിക്കും. അതായത് ഇൻ്റർവൽ ബ്ലോക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ക്ലൈമാക്സ് അടിപൊളിയായിരിക്കും. ക്ലൈമാക്സൊക്കെ ഭയങ്കര പ്രഡിക്റ്റബിളായിപ്പോയി. അത്രയ്ക്കൊന്നുമില്ല. പിന്നെ പെർഫോമൻസ് എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ എടുത്തു പറയാൻ വേണ്ടി മാരക പെർഫോമൻസ് ഒന്നും ആരും ചെയ്യണില്ല. ഇതിൽ കാസ്റ്റിംഗ് കൂടിപ്പോയത് എനിക്ക് തോന്നി. ഇത്രയും ആളുകൾ ആവശ്യമൊക്കെ ഉണ്ടാകും നമുക്ക് തോന്നും, കാരണം എല്ലാവർക്കും തോന്നും. പിന്നെ ഒരു ഗ്രാമമാണ്, അതൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണാം. നിങ്ങൾ റിവ്യൂ കണ്ടിട്ട് തന്നെ പോയി കാണാമെന്ന് ഞാൻ പറയില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ഓക്കെ.